നമ്മുടെ ഭക്ഷണശീലത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് പോത്തിറച്ചിയും അല്ലേ? കമ്പോളത്തിൽ പോത്തിറച്ചിയിലെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കർഷകരെയും ബാധിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് കാണാം. കല്യാണം മുതൽ തട്ടുകട വരെ മലയാളിക്ക് പോത്തിറച്ചിയോടുള്ള കമ്പം ചെറുതല്ല. ഇറച്ചി വിലയിലുണ്ടാവുന്ന കുതിച്ചുകയറ്റം ഇത് കണ്ടു തന്നെയാണ്. 40 രൂപയാണ് കഴിഞ്ഞ ദിവസം പോത്തിറച്ചിക്ക് കൂടിയത്. തമിഴ്നാട്ടിൽ നിന്നുമാണ് മധ്യ കേരളത്തിൽ പ്രധാനമായും ഇറച്ചിക്കായി പോത്തുകളെ എത്തിക്കുന്നത്. ഇതുകൊണ്ട് വളർത്തുകൊണ്ട് നമുക്ക് കാലിത്തീറ്റയുടെ വർധനവ്, പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതും വളർത്തി വരുമ്പോൾ നമുക്ക് ശരിയായ വില കിട്ടത്തില്ല. ഞങ്ങൾ ബിസിനസ്സുകാരാകുന്നതുകൊണ്ട് ഞങ്ങൾ എളുപ്പം വിൽക്കുന്നു. പക്ഷേ വളർത്തുന്നവർക്ക് ഇതുകൊണ്ട് മൂല്യം കിട്ടുന്നത്, അതുകൊണ്ട് വളർത്തുന്നത് വളരെ കുറവാണ്. പോത്തിനാണെങ്കിലും പശുവാണെങ്കിലും ആരും വളർത്തുന്നില്ല. നമ്മൾ കൊണ്ടിരുന്ന തമിഴ്നാട് കമ്പംകാരാണ് നമുക്ക് തരുന്നത്. വേറെ സ്ഥലങ്ങളിൽ നിന്ന് ലോഡ് വരുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന പോത്തുകളെ 1 വർഷത്തോളം പരിപാലിച്ച ശേഷമാണ് ഇറച്ചിക്കായി കടകളിലേക്ക് വിൽക്കുന്നത്. കടകളിൽ നിലവിൽ 460 രൂപയ്ക്ക് അടുത്ത് വിലയുള്ള പോത്തിന് കിലോയ്ക്ക് 380 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. 440 എന്ന് പറയുമ്പോൾ ഞാൻ മാട് വിൽപ്പനക്കാരനാണ്. നമുക്കൊരു 350 രൂപ വരെ കൂടുതൽ നമുക്ക് അവർ തരികയില്ല. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് ഒരു പണിക്കൂലിയും ചെലവും മുടക്കിയല്ലേ അവരും ചെയ്യുന്നത്. അവർക്കും എന്തെങ്കിലും കിട്ടണ്ടേ. കോട്ടയം ജില്ലയിൽ പോത്ത് വളർത്തി വന്ന പല കർഷകരും നഷ്ടത്തെ തുടർന്ന് കച്ചവടം അവസാനിപ്പിച്ചു. ഇന്ന് ജില്ലയിൽ പോത്തിറച്ചിയുടെ ലഭ്യത കുറയാനും അത് കാരണമായി. ഒരാൾ വളർത്തി 1 വർഷം ഒരാൾ ഒരു പോത്തിനെ വളർത്തിയ പിറ്റേ ദിവസം ലാഭം ഇല്ലെങ്കിൽ ആ പുള്ളി പിന്നെ വളർത്തുന്നില്ല. പിന്നെ അവരുടെ നിന്നൊന്നും കിട്ടുന്നില്ലല്ലോ. പിന്നെ അവർ വേറെ പരിപാടിക്ക് പോകുന്നു. പോത്തിറച്ചിക്കായി കമ്പോളത്തിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും പോത്തിറച്ചിയുടെ ലഭ്യതക്കുറവും പെട്ടെന്നുള്ള വില വർധനയിലേക്കാണ് നയിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.